ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെറ്റ്ഫോളിയോ. ഇന്ന് നമുക്കൊരു ടിപ്സ് ആയാലോ. ഇന്ന് ഭൂരിഭാഗം ആളുകൾ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എത്രയും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാമെന്നല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ മാർക്കറ്റ് ചെയ്ത് ഒരുപാട് ഫുഡ് സപ്ലിമെൻറ്റ്സും വെയിറ്റ് ലോസ് പ്രോഗ്രാംസും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കുന്ന ഒരു മിറാക്കിൾ ഡ്രിങ്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫുഡോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ടീം വർക്ക് പോലെ നമ്മുടെ എക്സസൈസ്, നമ്മുടെ പ്രോപ്പർ ഡയറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഇതിൻ്റെ എല്ലാം ഒരു കൂടിച്ചേരലുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തഡും ഹെൽത്തി ആണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉറപ്പ് വരുത്തണം. അപ്പം അതിനുള്ള ഒരു ചെറിയ ടിപ്സ് നോക്കാം അല്ലേ നമുക്ക്. ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ചിയാ സീഡ്. അപ്പം അത് വെച്ചിട്ട് തന്നെയുള്ള ഒരു ചെറിയ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ സോക്ക് ചെയ്ത ചിയാ സീഡും ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഹണിയുമാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നൊന്ന് നോക്കാം അല്ലേ. നമ്മൾ എന്തുപയോഗിക്കുമ്പോഴും അതിൻ്റെ ആക്ഷനും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ചിയാ സീഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചിയാ സീഡ്. പക്ഷെ നമ്മുടെ വെയിറ്റ് ലോസിലേക്ക് വരുമ്പോൾ ചിയാ സീഡ് നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ചിയാ സീഡ് എപ്പോഴും സോക്ക് ചെയ്ത് ഉപയോഗിക്കണം. ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പം അതിനൊരു ജെലാറ്റിനസ് ആയിട്ടുള്ള ഔട്ടർ കവറിങ് ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മുടെ ബോഡിക്ക്, അതായത് നമ്മുടെ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത്. ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് സൊല്യൂബിൾ ഫൈബേഴ്സിൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ദഹന പ്രക്രിയയെ സ്ലോ ഡൗൺ ചെയ്യാനും അതുവഴി നമ്മുടെ കാലറി ഇൻടേക്ക് കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ഫൈബർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യാനും അതുവഴി നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കാലറി ഇൻടേക്ക് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ഇൻക്രീസ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ സോഴ്സായ ആൽഫ ലിനോളിക് ആസിഡ് ഇതിലുണ്ട്. ഇത് ഡയറക്റ്റ് ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മുടെ മെറ്റബോളിസത്തിനെ സ്മൂത്ത് ചെയ്ത് നമ്മുടെ ഓവറോൾ ബോഡി ഫങ്ഷൻസിനെ പ്രോപ്പറായി നിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് വെയിറ്റ് ലോസിലേക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ലെമൺ എന്ന് പറയുമ്പോൾ ഒട്ടനവധി ഗുണങ്ങളല്ലേ. പക്ഷേ വെയിറ്റ് ലോസിൽ ഇത് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ലെമൺ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അറിയാം, ഡീടോക്സിഫിക്കേഷൻ അല്ലേ. നമ്മുടെ ബോഡിയിലെ ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ലെമണിൽ അടങ്ങിയിരിക്കുന്ന ഈ പെക്റ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മുടെ വയറിനൊരു ഫുൾനെസ് ഫീൽ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് നമ്മുടെ കഴിക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസിനെ കൂട്ടുകയും നമ്മുടെ അപ്പറ്റൈറ്റ്, വിശപ്പിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റബോളിസത്തിനെ ബൂസ്റ്റ് ചെയ്യാനും ഡൈജഷൻ പ്രോപ്പർ ആക്കാനും ഒക്കെ ലെമൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഹണിക്ക് അറിയാമല്ലോ, ഹണി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ച് അതിൻ്റെ ഗുണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളിവിടെ വാം വാട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. ആയുർവേദ പ്രകാരം ഹണി തിളപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു പരിധി വിട്ട ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കുമ്പം ഹണിക്ക് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടിട്ട് അതൊരു പോയിസണസ് സബ്സ്റ്റൻസ് ആയി മാറുന്നതാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ വാം വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അപ്പം ഈ ഹണി ഡയറക്റ്റ് വെയിറ്റ് ലോസിൽ ഹണി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമുക്കറിയാം, ഹണി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരുപാട് എൻസൈംസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററും കൂടിയാണ്. പിന്നെ എങ്ങനെ നമ്മൾ വെയിറ്റ് ലോസിൽ ചെറിയൊരു റോള് ഹണിക്ക് ഉള്ളതെന്ന് വെച്ചാൽ, ഹണിയിലുള്ള ഷുഗർ കമ്പോണൻ്റ് ആയിട്ടുള്ള ഫ്രക്ടോസ് മറ്റ് ഷുഗേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. അത് നമ്മുടെ എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഷുഗർ നമുക്ക് എനർജി ആയിട്ട് യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹണി നമ്മളെ വെയിറ്റ് ലോസിലേക്ക് ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം.
നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് നമ്മളിത് കുടിക്കുന്നത്. നല്ലൊരു തുടക്കം അല്ലേ, അത് ആ ദിവസം മൊത്തം നന്നാവാൻ നല്ലൊരു തുടക്കം. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ സോക്ക് ചെയ്ത ചിയാ സീഡും 1/2 ചെറുനാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ ഹണിയും വാം വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ നമ്മൾ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒപ്പം ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ എക്സസൈസും, ഇനി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യോഗ ടെക്നിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻ ടെക്നിക്സോ കൂടെ ആവുമ്പോൾ നല്ലൊരു റിസൾട്ട് എന്തായാലും ഈ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനി എങ്ങനെ കൂടെ കൂട്ടുകയല്ലേ. പക്ഷെ പലരുടെ ഒരു സംശയമാണ്, ഈ ലെമൺ ആസിഡ് അല്ലേ, ഇതിങ്ങനെ ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാവുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് ലെമൺ ആസിഡാണ്, പക്ഷേ നമ്മുടെ ഡൈജഷന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ നല്ല പ്രവർത്തനത്തിന് ഒരു ചെറിയ എമൗണ്ട് ഓഫ് ആസിഡ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ചെറുനാരങ്ങയുടെ നീരാണല്ലോ ഉപയോഗിക്കുന്നത്, അത് ഹെൽത്തിയാണ്, അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കൂടെ കൂട്ടിക്കോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.